വൈകുന്നേരം ഇതാണ് അവസ്ഥ. കൂത്താട്ടുകുളത്തേക്ക് കയറിയപ്പോൾ തന്നെ മഴ തുടങ്ങി. ടൈമിങ് ക്ലാസ്സിൽ വെച്ച് ഇദ്ദേഹത്തെ എടുത്തപ്പോഴാണ് ഇദ്ദേഹം പണി മുടക്കെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കണം. ബാറ്ററിയുടെ പവർ തീർന്നാണോ അതോ ഇങ്ങനെ പണി മുടക്കിയതാണോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നമ്മൾ കടയിൽ പോയേ പറ്റും. കൂത്താട്ടുകുളം എത്തിയപ്പോഴേ മഴ പെയ്തതിനാൽ ഇങ്ങരുടെ അവസ്ഥ ഇപ്പൊ ജീവനില്ലാത്തതുകൊണ്ട് ഇങ്ങേരിപ്പോ ഒരു പുരാവസ്ഥയാണ്. അമ്മ മഴ തീരാനുള്ള കട്ട വെയിറ്റിംഗ്. മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം വീണ്ടും വണ്ടി ഓടിച്ച് ടൗണിലേക്ക് ഒന്ന് കിടക്കും. വണ്ടി ഒന്ന് കുളിപ്പിക്കാറായിട്ടുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിൽ 5:45 ഇറങ്ങിയതാണ് നമ്മൾ. മഴ കഴിഞ്ഞ് കൂത്താട്ടുകുളം ടൗണിലേക്ക് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ സമയം ഇപ്പൊ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്ററിന്റെ ബാറ്ററി മാറാനുള്ളത് അനിയന് പുതിയൊരു കാൽക്കുലേറ്റർ മേടിക്കാനുള്ളത് ഒരു വാച്ച് കടലിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ റോഡിലൊക്കെ ആകെ വെള്ളം കയറിയിട്ട് കൂത്താട്ടുകുളം റോഡിന്റെ ഏകദേശം ഒരു അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. ഇതൊക്കെ ഒന്ന് വേഗത്തിൽ ശരിയാക്കിയിരുന്നെങ്കിൽ റോഡിലത്തെ ഗതാഗതത്തിന്റെ കാര്യം കൂടുതൽ മെച്ചപ്പെട്ട പരിപാടിയൊക്കെ തീരുമാനമാക്കി വേഗത്തിൽ വീട്ടിൽ അല്ലെങ്കിൽ വീണ്ടും മഴയിൽ കുളിക്കും. കൂത്താട്ടുകുളം ടൗണിന്റെ വൈകുന്നേരത്തെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. കുറച്ചും കൂടെ വേഗതയിൽ നമ്മൾ പോയായിരുന്നെങ്കിൽ KSRTC ബസ് നമ്മൾ ഇടിച്ചിട്ടിട്ട് പോയി. കൂത്താട്ടുകുളത്തെ തന്നെ ഒരു പ്രധാന ജംഗ്ഷനാണ് നിങ്ങളീ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ തീരുമാനമായി കിടക്കുന്നതാണ് നിങ്ങളെ കാണുന്ന വെയിറ്റിംഗ് ഷെഡ്. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.